ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നോൺ റിട്ടേൺ വാൽവ്. അതായത് വൺ സൈഡ് മാത്രമേ ഒരു വെള്ളത്തിൻ്റെ ഫ്ലോ ഉപയോഗിക്കുന്നുള്ളൂ. അതായത് വൺ സൈഡ് മാത്രമേ വെള്ളത്തിൻ്റെ ഫ്ലോ പോകുന്നുള്ളൂ. ബാക്കി സ്ഥലം ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്ത് വയ്ക്കും. ഇതിൻ്റെ MRP ആണ് ഈ കാണുന്നത്. 281 രൂപയാണ് അതിൻ്റെ MRP കൊടുത്തിരിക്കുന്നത്. അത് എന്തിന് യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് CPVC ആണ്. മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ചൂടുവെള്ളത്തിൽ നമ്മൾ വാട്ടർ ഹീറ്റർ കണക്ട് ചെയ്യുന്ന സമയത്ത് വാട്ടർ ഹീറ്ററിലെ വെള്ളം ചൂടുവെള്ളം സാധാ പച്ചവെള്ളത്തിലേക്ക്, അതായത് പച്ചവെള്ളം ടാങ്കിലെ വെള്ളം തീരുന്ന സമയത്ത് റിട്ടേൺ എടുക്കാൻ ചാൻസ് ഉണ്ട്. അതായത് വാട്ടർ ഹീറ്ററിൽ ചൂടായി കിടക്കുന്ന വെള്ളം അതുപോലെ റിട്ടേൺ എടുക്കാൻ സാധ്യതയുണ്ട്. സോളാർ വാട്ടർ ഹീറ്ററിലാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അത് റിട്ടേൺ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റ് പൈപ്പുകളിൽ PVC പൈപ്പുകളിലേക്ക് പോയി PVC പൈപ്പ് ഉരുകി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മളിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് വെള്ളത്തിൻ്റെ ഫ്ലോ, പച്ചവെള്ളം മാത്രം അകത്തേക്ക് കയറി പോകുന്നു, നേരെ തിരിച്ചു വരുന്ന വെള്ളത്തിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇത് ബോൾ ടൈപ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ബ്രാസിൻ്റെ ടൈപ്പ് വാങ്ങിക്കാൻ കിട്ടും. അത് വെറൈറ്റിയാണ്, കുറച്ചുകൂടി വെറൈറ്റി മോഡലാണ് വന്നിരിക്കുന്നത്. CPVCയുടെ, അതായത് ഹോട്ട് വാട്ടറിൻ്റെ തന്നെ മെറ്റീരിയൽ CPVC മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കാണുന്നതാണ്. ഇതിൻ്റെ രണ്ട് സ്ഥലത്ത് നമുക്ക് യൂണിയൻ സിസ്റ്റമാണ് വരുന്നത്. രണ്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് യൂണിയൻ വരുന്നുണ്ട്. യൂണിയൻ്റെ അകത്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ തന്നെ നമുക്ക് ലൈനിൽ ഊരുന്നതിന് വേണ്ടിയിട്ട്, അത് അഴിച്ച് ക്ലീൻ ചെയ്യുക, കാര്യങ്ങൾ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യുക കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ അഴിച്ച് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂണിയൻ സിസ്റ്റം രീതിയിലാണ് വരുന്നത്. ഇത് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന അതിൻ്റെ അകത്തൊരു ബുഷ് വരുന്നുണ്ട്. ആ ബുഷ് നമുക്ക് എല്ലാം തന്നെ ചൂടുവെള്ളത്തിന് പറ്റിയ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് അതിൻ്റെ ബോൾസ് വരുന്നത്. അതായത് CPVCയുടെ തന്നെ ബോൾസാണ്. ഈ ബോൾസാണ് നമ്മൾ വെള്ളം വരുന്നതനുസരിച്ചിട്ട് മുകളിലേക്ക് പൊങ്ങി വന്ന് വെള്ളം അകത്തേക്ക് കയറ്റി വിടുന്നു. വെള്ളം ക്ലോസ് ചെയ്യുന്ന സമയത്ത് നേരെ ക്ലോസ് ചെയ്യാവുന്ന സിസ്റ്റമാണ് ഈ ബോൾ വാൽവ് ചെയ്യുന്നത്. ബോൾ വാൽവിൻ്റെ സെയിം സിസ്റ്റം തന്നെയാണ് വന്നത്. ഈ ബോളാണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. ഫ്ലോ ഒന്ന് നിങ്ങൾക്ക് കാണുന്ന പോലെ കണ്ടോ, വൺ സൈഡ് മാർക്ക് ചെയ്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ഫ്ലോ വൺ സൈഡ് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ. ഈ സൈഡിലേക്ക് നമുക്ക് ഫ്ലോ ഇപ്പുറത്തേക്ക് ഉണ്ടാവില്ല. വൺ സൈഡ് മാത്രം ഫ്ലോ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഫിറ്റിംഗ് ഒട്ടിക്കുന്ന സമയത്ത് കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ചിട്ട് വേണം ഒട്ടിക്കാനായിട്ട്. ഈ വാഷാണ് വരുന്നത്. ഈ വാഷ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം കറക്റ്റ് യൂണിയൻ്റെ സിസ്റ്റമാണ് വരുന്നത്. ഈ യൂണിയൻ്റെ സിസ്റ്റം രണ്ട് സൈഡ് നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. കാരണം എന്തെങ്കിലും ബ്ലോക്ക് അതുപോലെ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ, കാരണം വെള്ളത്തിൽ വരുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ബ്ലോക്ക് ആവാൻ എന്തെങ്കിലുമൊക്കെ ചാൻസസ് ഉണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂണിയൻ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അല്ലാത്ത രീതിയിലുള്ള ബ്രാസിൻ്റെ നോൺ റിട്ടേൺ വാൽവ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനോ കാര്യങ്ങളൊന്നും സാധിക്കില്ല. കാരണം അത് രണ്ട് എംപ്റ്റി ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല അതിൻ്റെ അകത്ത് വരുന്നത് ഒരു കറക്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ ചിലപ്പോൾ ഓപ്പോസിറ്റ് ഒന്നും ആണെങ്കിൽ കൂടിയും അതിൻ്റെ ഉള്ളിൽ നിന്ന് റിട്ടേൺ എടുക്കാനുള്ള ചാൻസസ് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഈ മെറ്റീരിയൽ ആകുമ്പോൾ സമയത്ത് നമുക്ക് ബോൾ സിസ്റ്റം ആയതുകൊണ്ട് പക്കയായിട്ട് നമുക്ക് ഇതുവരെ ഉപയോഗിച്ച സ്ഥലങ്ങളിലൊന്നും തന്നെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇന്നും ഔട്ട് സോളാർ വാട്ടർ ഹീറ്ററിനാണ് മെയിനായിട്ട് വരുന്നത്. നമ്മുടെ വീടിൻ്റെ മുകളിൽ വയ്ക്കുന്ന സോളാർ വാട്ടർ ഹീറ്റർ അതിൻ്റെ ഇന്നിലും ഔട്ടിലും സെപ്പറേറ്റ് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഈ നോൺ റിട്ടേൺ വാൽവ് ഇട്ട് കണക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് സോളാർ വാട്ടർ ഹീറ്റർ വെച്ച് കണക്ട് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് കയറി അതിനെക്കുറിച്ച് കാണാൻ സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.